ഏതാടാ അന്നാണോ? എടാ ടിജെയുടെ വാറ് നടന്ന സ്പോട്ട്. പയ്യ വന്നാ മതി കത്തും. ഒരു കാര്യം ചെയ്യും, നമ്മുടെ റിപ്പയർ വാ അവിടുന്ന് തീരുമാനിക്കാം. 68-5 മാമച്ചൻ ഇടിക്കല്ലേ കത്ത് ഇവിടെ. മറ്റേ ഗ്യാസ് ഒന്ന് ഓർത്ത് വെച്ചോളണം. ഇറങ്ങുമ്പം അറിയാലോ, അത് എല്ലാവർക്കും ഒന്ന് പറഞ്ഞുതരാം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റാംബോ. ഇറങ്ങുമ്പോ എല്ലാരും നമ്മൾ ഇറങ്ങുന്ന വെച്ച കോള് കേട്ട് കഴിഞ്ഞാൽ ഇറങ്ങണം കേട്ടോ. നമ്മൾ ഇറങ്ങാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡ്രൈവേഴ്സിന്റെ അടുത്താണ് എനിക്ക് പറയേണ്ടത്. വണ്ടി കുത്തി കൊടുക്കുക അവന്മാർക്ക്. പിന്നെ ഡ്രൈവേഴ്സെ കേട്ടാ ആ സ്ഥലം എപ്പോഴും അറിഞ്ഞൂടെടാ ആർക്കും. ഞാൻ പറഞ്ഞത് എന്നാ ഒരു ഗോഡെ ഭാഷ എന്നാ കൊണ്ടു. ഭാഷ ഇവിടെ മാർക്ക് ചെയ്ത് 685 അതെവിടെ? ആ ഏറ്റവും ബാക്കില്. എടാ എല്ലാരും മറ്റേ ഫുഡ് വാട്ടർ പിന്നെ മറ്റേ ഗണ്ണൊക്കെ പുതിയ ഗണ്ണുള്ളവരൊക്കെ ഉണ്ടാവും. റീലോഡ് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ. POV എടുത്തൊക്കെ പറഞ്ഞു. എന്റെ വണ്ടി തന്നെ കത്തി. എന്റെ വണ്ടി കത്തി. ഒന്ന് പിങ് തരാൻ പറഞ്ഞു. ഒരു വണ്ടി ഫോൺ ചെയ്ത് തരാൻ പറഞ്ഞു. എല്ലാരും വണ്ടി ഓടിക്കാൻ കൊടുക്കുന്ന ആരാ? ഈ മല നോക്കി വണ്ടി എവിടെ പൊട്ടാൻ പോയ വണ്ടി കുടുങ്ങി കിടക്കുന്ന എപ്പ എങ്ങനെ പൊട്ടിയായിരിക്കും വരട്ടെ. എടാ വണ്ടി എടുത്ത് തരുവടാ. അങ്ങോട്ടാക്കി ഞങ്ങളൊന്ന് റിപ്പയർ ഇട്ട് വന്നോട്ടാ. റിപ്പയറിനെ അങ്ങോട്ട് വരുവോ? തൽക്കാലം ഗോഡന്റെ വണ്ടി കയറി. റിപ്പയർ ഗോഡ് എടുക്ക. അവനെ ഗോഡ് എടുക്ക്. അയ്യോ എടാ ഇവന്റെ വണ്ടി 4 പേരുണ്ടാ. ഇവനെ കൊണ്ട് അത് ആറാ കഴപ്പാട്ടിയൻ എന്റെ ചാളി. എന്ത് കളിയാ പക്കായത്. ഇപ്പൊ കൊടുക്കാം ഒരു സൈഡ്. എനിക്ക് കലിപ്പ് കയറുന്നുണ്ട്. ശേഖ് മാരിക്കൊക്കെ കൊടുക്കാണ്ട് കുട്ടികളില്ല. ഒന്നും ചെയ്യല്ല. അഡ്മി മാറ്റി തരും. മിണ്ടല്ലേ നിങ്ങൾ മാറി അവിടെ നിന്ന് മാറിക്കൊടുക്കും. ഒരു മിനിറ്റ് ഇറങ്ങിട്ട് മാറിക്കൊടുറാ. ഇപ്പൊ വലിക്കും. രണ്ട് വണ്ടി എടുത്ത്. ഒരെണ്ണം കിട്ടിയാ? 2 വണ്ടി എടുക്കും. ഒന്നെടുത്ത് മറ്റേ വണ്ടി കിട്ടോ? അടുത്തൂടെ വരുമ്പോ തന്നെ തട്ടി താഴെ ഇടുന്നു. ഇല്ല അത് കയറാൻ പറ്റൂല. എടാ വീട്ടിന്റെ ഉള്ളിൽ കയറാ. വണ്ടിയുടെ അപ്പുറത്തേക്ക് ഇവിടെ കേറിക്കോടാ. കേറാൻ പറ്റില്ല. ആരാ കത്തിയത്? 24 പ്ലെയർ ആയല്ലോ. നോക്കട്ടെ എന്നാ എടുക്കാൻ പറ്റും നോക്കട്ടെ. കത്തിയോടാ? ആരെങ്കിലും കത്തിയോ? എന്നെ ഞാൻ വണ്ടി എടുത്തിട്ട് നേരെ സംസാരിക്ക്. എന്തൊരു ലാഗ് ആളിയാ മയില്. ചാർലി പോയാ? അവന്മാരുണ്ടില്ല. എവിടെ പോയി? ഗ്യാങ് ഹൗസില് എടുക്കാനോ? സൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സപ്രസ് ആവും. അതുകൊണ്ടാ ഒന്നും ലിയോ ഓട്ടിക്കണ ആളാരാ? ഇത് ആരളി ഇടിച്ചു കേട്ടുന്നേ? മര്യാദക്ക് ആദ്യം വാ. കോമൺ വണ്ടിയല്ലേ? മല കാണുന്നുണ്ടോ അവന്മാരെ? നോക്കി ഇവരുടെ വാറ ഉറങ്ങുന്നതിന് മുമ്പ് തീർന്നോ? മലയല്ലേ? കാണുന്നില്ല. സോറി ബ്രോ.
കാണാനില്ലല്ലോ. അമ്മാരെ ഞാനൊരു കാര്യം പറയട്ടെ. ടയർ അടിക്കാൻ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയ പതുക്കെ കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുന്ന. എന്നിട്ട് ടയർ അടിക്കാൻ വരുന്ന ടൈമിൽ നമുക്ക് ഇവിടെ കാണാൻ കൊണ്ട് കുത്തിയങ്ങ് അടിക്കാം. ഇവിടെ കേറിയിട്ട് ടയർ അടിച്ചാലോ? ടെമ്പററി സസ്പെൻഡ്. നമുക്ക് ഇവിടെ തന്നെ കൊണ്ട് കുത്താം. ടൈം തെറ്റി കയറി കാണും മിക്കവാറും. രണ്ട് വണ്ടി എല്ലാം കുത്തി ഒന്ന് അടിച്ച് ടയർ അടിച്ചോട്ടെ. ടയർ ഈ ടയറൊക്കെ അടിച്ചോടാ. എല്ലാത്തിനും ടയർ പറയാതെ ഇറങ്ങൂലേ? മല കൊണ്ട് കുത്തുന്ന പറഞ്ഞേക്ക്. ഒരു വണ്ടി മാത്രം ഞാൻ പറയുമ്പോ ബാക്കി എല്ലാവരും ഇവിടെ കൊണ്ട് കുത്തണേ. എടാ അത് 6 പേര് നോക്കി അതിനു വേണ്ടി 6 പേര് അല്ലല്ലോ വണ്ടി മണ്ടൻ കോള് അങ്ങനെ പതുക്കെ സ്നീക്ക് മാലിക തിരിച്ചു കയറുന്നു. മറ്റേ വണ്ടി വണ്ടി കടിക്കടാ ഇറങ്ങിയടി. ടയർ പൊട്ടുന്നുണ്ടോ? സ്നീക്ക് ചെയ്ത് കേറാന്നേ ഉള്ളൂ. സത്യം പറയാൻ ഇവിടെ സ്നീക്ക് ചെയ്ത് കേറാന്നേ ഉള്ളൂ. അടി അവൻ ചത്ത് പകുതി ചത്തവൻ. പണി വിടാമാരെ മല എല്ലാരും കുത്തറ. മല കുത്തിയ നമ്മളെ മല കുത്തിയ നമ്മളെ മല കുത്തിയ മല നീക്ക ഇങ്ങോട്ട് മല വരുമോ? എല്ലാരും കുത്താണ്ടിരിക്കല്ലേ? കുത്തടാ ടോപ്പിൽ കയറി മലയുടെ ടോപ്പിൽ കയറാ നമ്മള്. ഈ മലയാണ് പൊട്ടമാരല്ല താഴെ. കുഴപ്പമില്ല ഇവിടെ എന്റെ മാർക്ക് കഴിഞ്ഞ ആളുടെ പിങ്ങട് എന്താണ് ആരടാ കണ്ടി കരക്കണ്ടി? എന്താണ് നീ ഊമ്പിയാടാ കുണ്ണെ? നീ ഊമ്പിയാടാ കുണ്ണെ? നീ നീ ഊമ്പിയാടാ കുണ്ണെ? എവിടാ നിന്റെ സാമാനം ചൂമ്പടാ പോയിട്ട് കുണ്ണെ? അയ്യോ അരിക്കൊമ്പൻ അരി കിട്ടിയില്ലേ? അയ്യോ കൊല്ലം അടിച്ചോ അരിക്കൊമ്പൻ അരി കിട്ടിയില്ല കൊടുത്ത്. അല്ലല്ല എല്ലാരും ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ്. ഇവിടെ കൊണ്ടുവന്നിട്. എനിക്ക് കുറച്ച് വർത്താനം പറയാനുണ്ട്. ഈ കുണ്ണാളോട് അരിക്കൊമ്പൻ അരി കിട്ടിയില്ല എടുത്തു. കഴിഞ്ഞടാ കണ്ടികളെ കരക്കണ്ടികളെ. എന്താണ് നിനക്ക് ലീഡ് കളിക്കുന്നുണ്ടെന്ന് കാണണടാ കണ്ടി. ആ ബ്രോക്കൻ ഒന്നും ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. വേവാ മേക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പിങ്ങിൽ കൊണ്ടുവന്നിടണേ. ഈ പിങ്ങിൽ ഇവിടെ കൊണ്ടുവന്നിടണം താഴത്ത്. എവിടെ ഇടണം? താഴെ അയ്യോ എന്തൊക്കെ കൊടയടിയായിരുന്നടാ കണ്ടികളെ നിങ്ങളൊക്കെ കോണ. നീയൊക്കെ കുറച്ചുകൂടെ മൂക്കണം കേട്ടാ. അതിന് ഈ ചെറുതൊന്നും കുറച്ചും കൂടെ വലുത് പിടിക്കണം.
മനസ്സിലായോ? ഡൊമിനിക്ക് ഈ ലൈനെ പോലെ ഡൊമിനിക്ക് നിന്നെ അടിക്കുക മനസ്സിലായോ ഡൊമിനിക്ക്? അല്ല, എന്തൊക്കെയായിരുന്നു അവന്റെ അല്ല, ഒമാരെ സുൽത്താനെ കൊണ്ടുവന്നില്ല ഇനി വല്ല പറയാണ്ട. സുൽത്താനെ എന്ത് കൊണ്ടുവരുന്നുണ്ട്. സുൽത്താൻ ഇല്ലാതെ എന്റെ ഊമ്പിയില്ലേ? സുൽത്താൻ ഇല്ലാതെ കിടക്കുന്ന കടത്ത കണ്ട നീയല്ലോ. സുൽത്താനെ കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിലേ നിന്റെ ജിജിയുടെ ഗ്യാങ് ഹൗസ് അവിടെ ഇടിഞ്ഞു വീണാനെ കേട്ടാ കണ്ടികളെ. അവന് സുൽത്താൻ ഇല്ലാത്തോണ്ട് അവന് ഇറങ്ങണില്ല. എന്റെ കൊമ്പാച്ച എടാ CBC ഉണ്ടല്ലോ, ഇവിടെ ഒരു CBC ഉണ്ടല്ലോ. മാറി ഞാൻ പറയുമ്പോ നീ തൽക്കാലം 2 ഫയൽ ഒമാർക്ക് കൊടുക്കടാ. ഒമാർക്ക് കൈവില്ലാത്തവർക്ക് കൊടുക്കടാ. പറയണ ആളാരാണെന്ന് ആലോചിക്കണം. ഒരു മിനിറ്റ് ഫയലിന്റെ കേസ് പറയണ TG-യെ. എനിക്ക് അതിലാണ് സങ്കടം. ബാക്ക്ഗ്രൗണ്ടില് ലൈവ് തൽസെല്ലാം ഓണാക്കി വെച്ച് വേണ്ടേ എടാ അല്ലല്ല ശരിക്കും സംഭവം എന്താ പറയാ, ഇന്ന് ദില്ലു സയാൻ ഇറക്കിയില്ല തോന്ന്, കുറിപ്പ് ഐജിയിലെ കിട്ടിയില്ല, അതാ സംഭവം. വീഡിയം ഇല്ലായിരുന്നാ ഇന്ന്? ടൈം കിട്ടിയില്ല, ഇറങ്ങിയപ്പോ തീർന്നില്ലേ? ടൈം കിട്ടിയില്ലല്ലേ? 20 സെക്കൻഡ് 20 സെക്കൻഡ്. ഹലോ കത്തിക്കണെന്നാ? ഇല്ല പെട്ടെന്ന് വാ, ആരും കത്തിക്കൂല. എടാ എല്ലാരും വാ, കത്തിക്കല്ലേട്ടാ. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ആളായി കണ്ട ആരും കത്തിക്കാൻ നിക്കല്ലേ. ഞാൻ പറഞ്ഞുതരാം, തൊള്ള കിടക്കുന്ന കേക്കും എന്റെ. മൈക്കിൽ കൂടെ മറ്റേ ശിങ്കാരി മാളിട്ടോ കുഴപ്പമുണ്ടോ? ഒന്നും FRP അല്ലല്ലോ. നീട്ടോ എന്താ FRP? ആരും ഉണ്ടല്ലേ. ഞാൻ ചിഹ്നം കളി ചെയ്യടാ കളി. ജോസ് എടാ ജോസ് കൊമ്പ അടുത്ത പൂരത്തിന് ഇറങ്ങണേ, തൃശ്ശൂർ പൂരത്തിന്. നിന്നെ തളയ്ക്കാറില്ല. പാട്ട് പോയി. എടാ ഗോഡെന്തേ വിപ്സി ഗോഡെന്തേ? വരാൻ പറ ഗോഡിനോട്, ഇങ്ങ് വരാൻ പറ. പുറത്തുനിന്ന് വോയിസ് ഇടല്ലേ, തെറ്റിക്കകത്ത് മ്യൂസിക് പ്ലേ ചെയ്യല്ലേ. സൗണ്ട് ബോർഡ് പറ്റത്തില്ല. എടാ സൗണ്ട് ബോർഡ് ഇടാൻ പറ്റൂല. സൗണ്ട് ബോർഡ് ഞാൻ പ്രീവാറിന് അല്ല ഇത് ഞാൻ ബീറ്റ് ബോക്സ് ചെയ്താ, ഞാൻ ബീറ്റ് ബോക്സിങ്ങാ. നിന്നെയൊക്കെ പോലെ കൊമ്പനെ പോലെ ബെയിറ്റ് വണ്ടിയല്ല, നട്ടലോടെ നിക്കുന്നത് മനസ്സിലായാടാ? അല്ലടാ അതല്ല എന്റെ കൊമ്പാച്ചൻ ഇങ്ങനെ അവസ്ഥ വന്നല്ലോ. കൊമ്പാച്ച അല്ല ഇനിഷ്യലി കഴിഞ്ഞപ്പോ മറ്റേ നമ്മുടെ ഞാനിപ്പോ ഹെലി കൊണ്ട് വന്നു, നല്ല കാറ്റിലായിരുന്നു. അല്ല ഹെലിന്റെ ചോട്ടിൽ കൊണ്ട് ഇട്ട് കൊടുക്കടാ, ഹെലിന്റെ ചോട്ടിൽ കൊണ്ട് ഇട്ട്. ചെപ്പോ ഇനി അടുത്ത ലൈനപ്പ് അല്ലെ വേറെ ലൈനപ്പ് നിന്റെ അടിക്കും വെച്ചതാ. അല്ല ശിബു വെയിറ്റ് ആക്കെ. എനിക്ക് ഈ സമയത്ത് എനിക്ക് തോന്നണെന്ന് വെച്ചാല് പിണ്ടന്മാരി അറിയാം
കിച്ചു വാണം ഡൊമിനിക്ക് മോനെ ഡൊമിനിക്ക് എവിടെ എടാ ഡൊമിനിക്ക് കിച്ചു കൂടെ ഉണ്ടാ നമ്മുടെ അടുത്ത് ഡൊമിനിക്കിനെ കാണുന്നില്ല. ഡൊമിനിക്ക് അല്ല ഡൊമിനിക് എവിടെ ഡിൽഡോ വെള്ളമുടിയായിരുന്നു ഇതാണോ ഇതാണെന്നൊരു അല്ല അവിടെ നേരത്തെ മാസാവ നോക്കി വന്നിട്ട് ആസായി പോയത് പനല്ലേ ഡൊമിനിക്ക് ഞാൻ പറഞ്ഞു ഡൊമിനിക്ക് നമുക്ക് ഇനിയും ഇഷ്ടം പോലെ ഷോട്ട് ഉണ്ട്. നമ്മൾ ഇഷ്ടം പോലെ റിക്ക് കിടത്തും. എടാ കൈവുള്ളവന്മാര് കൈവുള്ള ഗാങ്ങിൽ കേറും മനസ്സിലായ അതിന് നീ എല്ലാം കുരു പൊട്ടിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ മര്യാദക്ക് നിൽക്കുമ്പോ നിനക്ക് മര്യാദ ഇറങ്ങി പോകുന്നവന്മാരുണ്ടാവും മനസ്സിലായ അതിനൊന്നും പറയാനില്ല കൊറേ അയ്യോ വന്നിട്ടുണ്ടെങ്കിൽ പൊടിച്ചളഞ്ഞിരിക്കണ കേട്ടാ. അല്ലാണ്ട് വീഡിയോ ചെയ്തിട്ടൊന്നല്ലടാ കേട്ടാ മൊണ്ണെ. അയ്യോ ജോസിന്റെ കൊമ്പന് ഒരുമിച്ച് മനസ്സിലായോ? തൃശ്ശൂർ പൂരം നടത്തിന് കേട്ടാ. ഇനി നടത്തും നിന്റെ താളം വായിൽ വെച്ചാൽ പട്ടികളാ കൊണ്ടുവരും മനസ്സിലാടാ കൊച്ചു മണ്ണാളാ. ഞാൻ പറയട്ടെ ഇത് 5 മിനിറ്റ് കൊണ്ട് കേറിയിട്ടില്ലാന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കേറിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇൻഡെഫിനിറ്റിനുള്ള എന്തോരം സാധനങ്ങളുണ്ട് ടി ജെ ഡിസ്മാൻഡ് ആക്കി വിടാനുള്ള സാധനം ഉണ്ട്. റാംബോയുടെ സൗണ്ട് കേൾക്കുന്നില്ല. റാംബോയുടെ സൗണ്ട് കേൾക്കുന്നില്ല. റാംബോ ഭയങ്കര കുറവാണ്. ശബ്ദം ഒന്നിങ്ങോട്ട് അയ്യോ വേണ്ടാടാ നിനക്ക് അങ്ങനത്തെ നീ മൂട്ടില്ലേ തൂറും നീ മൂത്രയ്ക്കൊന്നും ഇട്ടേക്കല്ലേ ആരെങ്കിലും എടാ ഇതില് കിച്ചു എന്ത് കളിയാ പട്ടികള് എടാ എടാ കിച്ചു അവിടെ പോയി. എന്റെ ഭാഷേനെ എന്താ പറഞ്ഞ ഡിറ്റക്ഷൻ നീ ആറടുത്തൊക്കെയാണ് നിന്ന് കൊണക്കാൻ പറഞ്ഞ നീ ആലോചിക്കണം കിച്ചു മനസ്സിലായ. എനിക്ക് തോന്നുന്നെന്താ ഇത് ഈ കളി തോറ്റെന്ന് വെച്ചാൽ ടി വി ഇല്ലാത്തതിന്റെ കുഴപ്പം കൊണ്ടാ തോറ്റേ തോന്നുന്നത്. അതുകൊണ്ടാ തോന്നുന്നത് കുറിപ്പ് എന്താ കുറിപ്പ് കോൾ കൊടുക്കണ്ടേ കുറിപ്പ് ഇങ്ങനെ ഇങ്ങനെ ചാമ്പട്ടെ മോശമായി പോയി കിട്ടിയില്ല ഇന്ന് ഭാഷ എന്തേ ഭാഷ എന്റെ ജോസേ ഭാഷ വരുന്നുണ്ട് നിനക്കൊക്കെ അടുത്ത തലേ ഭാര്യൊക്കെ നല്ല ഏതാ കളിയാ നീ നേരത്തെ കൊണ്ടുപോയി അതറിയത്തില്ല കളിയാ അതിനൊന്നുമില്ല ശുക്ലത്തിന് പോലും വിലയുണ്ട് കൊമ്പാച്ചനും ജോസിന്റെ കേറിയടാ ഇത് എങ്ങനെയോ മറ്റേ ടെസ്റ്റ് കൊച്ചണ്ടി കൊമ്പാച്ചൻ എവിടാ കൊച്ചണ്ടി കൊമ്പാച്ചൻ ചുമ്മാ ഇല്ലാത്ത സാധനം പറയല്ലേ. കൊച്ചണ്ടി കൊമ്പാച്ചൻ കൊമ്പനതൊന്നും ഇല്ല അത് ചുമ്മാരുടെ അടുത്ത പൂരത്തിനൊന്ന് ഇറങ്ങണേടാ താളായിരുന്നു എന്തൊക്കെ ഇവിടെ ഇരുന്ന് ഷേക്ക് താളമൊക്കെ വിഴുങ്ങി പോയാടാ. ഇപ്പൊ എന്ത് വായില്ലേ സംസാരിക്കാൻ. ഷേക്ക് കസേരയിട്ട് ഇരുന്നേര് വെറുതെ എന്തിനാണ് നിക്കുന്നത് നിന്ന് കാലം കഴിക്കുന്നത് എന്തിനാണ് ഈ ഡെഡ് ബോഡിക്ക് ഒരു CBSE ഉണ്ട് ഞങ്ങൾക്ക് CBSE കാണുന്നത്. അല്ല എന്നാലും എടാ ഞാൻ ചോദിക്കുന്നതല്ല കിച്ചുവിനെ കാണാനില്ലല്ലോ ഡൊമിനിക്കിനെയും കൊണ്ടിട്ടാ ഷേക്കിന്റെ ഡൊമിനിക്കിനൊന്നും കേട്ടോ ഞാൻ വായിൽ വെച്ച് കൊടുക്കട്ടെ നല്ലോണം വായിൽ വെച്ച് കൊടുക്കട്ടെ കേട്ടോ. കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ മനസ്സിലായാ. എനിക്ക് CBSE കണ്ടെത്താൻ പറ്റില്ലല്ലോ. എടാ ഓനെ എടാ ആയിട്ടില്ല മനസ്സിലായാ ഹലോ ബ്രോ ഹലോ ഹലോ ഇത് ജ്യൂസ് ആണോ അതോ ഡൊമിനിക് അല്ലേ ഇത് ഡൊമിനിക് അല്ലേ ഇത് ജ്യൂസ് ആണോ ഇത് ഡൊമിനിക് അല്ല ഇത് ഡൊമിനിക്ക് ഇവിടെ ബൈ ദ വേ ഐ ആം ഷെയ്ഖ് യുവർ ജ്യൂസ് ഐ ലൈക്ക് യു ബ്രോ
ഹലോ ബ്രോ ജ്യൂസ് ആണോ ബ്രോ? ഹലോ അടിച്ച് ജ്യൂസ് ഇളക്കിയിട്ട് ജ്യൂസ് ആണോ? കേൾക്കാമോ എന്തിനാ വെച്ചാനെ കൊണക്കാൻ വരുന്നത്? ഞാൻ ഒന്നിനും വരുന്നില്ലല്ലോ. നിന്റെ പേര് പോലും എനിക്കറിയുള്ളൂ. ഞാൻ നിന്റെ അടുത്ത് കൊണക്കാനെങ്കിലും വന്നിട്ടുണ്ടോ? പിന്നെന്താണ് എന്റെ പേരൊക്കെ പറയണത്? നീ ഉണ്ടോ മോനെ? ഒരു കാര്യത്തിനും ഞാൻ പോണില്ല. എടാ നിന്റെ TG എന്നൊക്കെ പറയാം. ഞാൻ കൊണക്കാനോ ഒന്നിനും ഞാൻ വരുന്നില്ലല്ലോ. പിന്നെ എന്തിനാ നിന്റെ ഇത്ര കൊണ എന്റെ അടുത്ത്? മുമ്പ് നിങ്ങളൊക്കെ അടിച്ചതിന്റെ ഇതായിരിക്കടാ. നിങ്ങൾ മുമ്പിട്ട് അടിച്ചിരിക്കും. മനസ്സിലാവാ അറിയത്തില്ല. അതുകൊണ്ട് ചോദിക്കുവാ. ഞാൻ പണ്ണും മച്ചാനത്തിന് മാസാണ്. സോറി ഇത്തിരി മാസാണ്. കഴിവില്ലാത്ത ഒരു ആരെ ആരെ എവിടെന്ന് ഇതാണ് കിച്ചു ഗോഡ് സേഫാക്കിയതാണോ? ഭയങ്കര ഇതാ കൊമ്പനാ ഇത് കൊമ്പന ഇവിടെ ആളെന്നാണ് കിച്ചോന്ന്. ഹലോ മച്ചാനെ സുഖാണോ? തുടങ്ങിക്കോ. വലിയ ആള് മുടിയൊക്കെ ഇതെന്ത് ഇവന്മാരെല്ലാം TG കയറിയപ്പോ ബൂഗിമാൻ ആയ അവനെല്ലാം. ഇത്രയും ബ്രോ ഇതായിരുന്നു അങ്ങനെയായിരുന്നോ ചെയ്യേണ്ടത്? അല്ല ഇവ എങ്ങനെ പൊന്തി ഇവനാണ് ആദ്യം ചത്ത്. അപ്പൊ ഇതാണ് വലിയ വലിയ ആളാണ്. അയ്യോ ഞാൻ നിന്നോട് ഒന്നുകൂടെ പറയാം. മനസ്സിലായ നീ അടങ്ങിക്കോ. അതാണ് നിനക്ക് നല്ലത്. മനസ്സിലായ നീ കണ്ടവന്മാരുടെ മറ്റേ തൊലിയും പിടിച്ചോണ്ട് താളം വിടാൻ വന്നു കഴിഞ്ഞാൽ വായിക്കാത്ത ഉണ്ടേറ്റ് ഞാൻ വിടും. മനസ്സിലായല്ലേ? അത് എവിടെയാണേലും അത് നീ ഓർത്ത് വെച്ചോ. അത് ഞാനാണ് പറയണ കുറിപ്പ്. നീ നിന്റെ ഒപ്പരുള്ള ഈ ചെറിയ ഇതേത് കണ്ടേ ആവല്ലേ? ഓരോരുത്തന്മാര് ഓരോന്ന് പറഞ്ഞ് ഓവർ ഷോ കാണിച്ചോണ്ട് നീ പറയില്ല. അത്രയും എന്തിനാടാ പരക്കേട്? പിന്നെ അയ്യോ മാക്ക് മണ്ണിട്ട് പോയാ കുറുപ്പേ റീഫ്രഷ് അടിക്കണം. അങ്ങനെ വല്ലതും വരുവോ? എന്തിനാ ഇവന്മാർക്ക് വേണ്ടി സമയം കളയാൻ? ഇന്ന് തീർത്തു വിടാം. നോക്കിയാ നീ എന്തേ
പതിയെ കത്തിക്ക്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്താൽ മതി കേട്ടോ. 5 മിനിറ്റ് 15 മിനിറ്റ് അല്ലേ? 15 മിനിറ്റ്, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് അക്സെപ്റ്റ് ചെയ്താൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മതി. 10 മിനിറ്റ് കഴിഞ്ഞ് കണ്ടി വെക്കുന്ന അത്രേ ഉള്ളൂ കേട്ടോ. പറയട്ടെ റാംബോ പറയട്ടെ എടാ ഗോഡെ വാടാ, നീ വാടാ. എവിടെ നിങ്ങള് ഇത്രയും നാള് നിന്നെ ഏതായാലും മിണ്ടാ റാമ്പയ്ക്ക് എന്തോ പറയാനുണ്ട്. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇത്രയും നാള് നിന്റെ നമ്മളെ കുടുംബത്തിലെ ഒരാളെ പോലെ തന്നെ നോക്കിയത് എന്നും പറഞ്ഞ് വേറൊരു കുടുംബത്തിൽ കയറിയിട്ട് തന്തയെ മാറ്റി പറയല്, മനസ്സിലായ? ആ കുടുംബത്തിലുള്ളവർക്ക് കുറച്ചൊരു കൂറ് വേണം. അത്രേ ഉള്ളൂ, അത്രേ പറയാനുള്ളൂ. എന്നിട്ട് മാറ്റി പറയല്ലേ, അത്രേ ഉള്ളൂ. വേറൊന്നും പറയില്ല. കേൾക്കേണ്ട ആവശ്യമില്ലായിരുന്നു നിനക്ക്. പിന്നെ അതല്ല, നീ കൊണ്ടുപോയത് ഭാഷനെയാണ്, മനസ്സിലായ? ദിഗോഡിനെ ഇല്ലീഗലുള്ളവൻ തന്നെയാ, മനസ്സിലായ? അല്ലല്ല ഭാഷേ പണ്ട് എന്നെ കിട്ടിയപ്പോഴും നിന്നെ കിട്ടിയപ്പോഴും മറ്റേ പട്ടിക്ക് എല്ലും കഷ്ണം കിട്ടി. അയ്യോ കുറുപ്പാ ഭാഷ. അയ്യോ അതല്ലേ കിട്ടി. ഇതായിരുന്നു വിമാറുടെ ബഹളം. നല്ലോണം ഓടി ഉണ്ടായിരുന്നു. ബ്രോ കത്തിക്കുന്നില്ല. നീ എവിടെങ്കിലും പോകുന്നെങ്കിൽ പൊയ്ക്കോ ബ്രോ. ഇവനെ കത്തിക്കണ്ട. ഇവനെ ജീവനോടെ ഇവനെ കത്തിക്കണ്ട. ഇവൻ ദൈവം വിട്ടോട്ടാ. ദൈവം ഉണ്ടെങ്കിൽ ദൈവം ഇവനെ ജീവി അടിച്ചു വിട്ടേര് വെറുതെ. ഇതൊരു ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. വളം വെക്കാൻ അല്ല വേണ്ട, ഇവിടെ കിടക്കട്ടെ, നമുക്ക് പോവാ. വളം വരും, അവിടെ നോക്കിക്കോ. ഈ വണ്ടി എടുത്ത് ശരിക്കും നമുക്ക് നമ്മളിനി ഓടിച്ചു നോക്കിയില്ല. ഇല്ല, ഇത് കൊണ്ടുപോകാം. ഞാനാരാ? ഇതല്ല, ഇത് മറ്റേ മീറ്റിങ്ങിന്. റാംബോ എന്തേ? റാംബോ മാക്കും ദിഗോഡും ഇതിലൊന്നാണ്. ഈ ഹെലിയില് വാ. ഇവിടെ വാ, ഈ ഹെലിയിൽ. പുറത്തേക്കാടാ, എല്ലാവർക്കും കൂടെ കയറാൻ പറ്റും തോന്നുന്നില്ല. നീ ഹെലി കയറാൻ സ്ഥലമുണ്ട്. റാംബോ എന്തേ? റാംബോ ഇവിടെ ആയില്ല. റാംബോ ഈ ഹെലി ഇവിടെ ഈ ഹെലി. മാക്ക് എന്തേ? ഇങ്ങ മാര് വേണ്ട. ഫോൺ അടിക്കുന്നു, ശബ്ദം കേൾക്കണം. അന്ന് കൊണ്ടടിച്ചതിനാണ് അവരാഴ്ച. വിട്ടോ വണ്ടി വിട്ടോ. ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞ ഷേക്കേ, എന്നോടൊന്ന് ഇറങ്ങി കയറാൻ പറയോ? ആരോട്? മിന്നൽ മാക്ക് റീലോക്ക് വിഷയമല്ലേ? ആണോ? അറിയില്ല. അഡ്മിൻ പ്ലീസ് അർജന്റ് ബഗ്. അവന്റെ ബഗ് എന്താ അറിയില്ല. മാക്ക് ഇതിൽ റേഡിയോയിലില്ല അഡ്മിനെ. ഞാനും നീയും മാക്കും ഗോഡും പോയാൽ മതി. ഗോഡല്ല സിറ്റുവേഷൻ. 4 പേർക്ക് പോകാൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? നമ്മള് 4 പേര്, ഞാനും നീയും മാക്കും ഗോഡാണ് പോകാൻ കരുതിയത്. മാറ്റി എന്നിട്ട് ഇവരെ കയറ്റി മാറിയോ അല്ലെങ്കിൽ അമ്മനെ ആരെങ്കിലും അതല്ല സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഇതിനും കേട്ടടാ. ഭാഷയുണ്ട്. സിറ്റുവേഷനിൽ ഭാഷ ഉണ്ടായിരുന്നു. അതല്ല തുടക്കത്തിലെ സ്റ്റാർട്ടിങ് സിറ്റുവേഷനില്ലേ, ഉച്ചക്ക് മാറി ഹെലി പൊട്ടിയതോ? ഹെലി പൊട്ടി. അവിടെ നിന്നല്ലേ തുടക്കം. അത് ടക്കായി ഉണ്ടെന്ന് തോന്നുന്നു. ടക്കായി. എന്നാ പിന്നെ മാരിനോട് വരാൻ പറ. അതല്ലേ പറഞ്ഞ മാരിയും കൂടെ വിളി. ഞാനും നീയും ഗോഡും. മാരി എന്തേ? എന്നെ ആ പാലറ്റിലോട്ട് പലറ്റ ഗാരേജിലാക്കിയാ മതി. ഗ്യാങ് ഹൗസിലോ? നിങ്ങൾ പോയിട്ടോ, മീറ്റിംഗിന് പോയിട്ടോ. അല്ലേതോ എന്റെ ഗ്യാങ് വണ്ടിയുടെ അടുത്ത് ഇറക്കി. എന്നെ ശരിക്കും താഴോട്ട് ഇറക്കി വിടുക. മീറ്റിംഗ് ഏരിയയിലോട്ട് വന്നാണ്.
നല്ല കാര്യം, വെരി ഗുഡ്. നില്ലേ ഗായ്സ് പിക്ക് നമുക്ക് നോക്കാം. നമുക്ക് ഈ പറയണ മീറ്റിംഗ് കഴിയട്ടെ. മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് സ്പെക്ട് ചെയ്ത് നോക്കാം. അഡ്മിൻ ലൈവ് ഗോഡെ ദിഗോഡെ ഭാഷ എന്തുവാടാ ഉറങ്ങാണ് അതിന്റെ ഉള്ളിലേക്ക് ഉണ്ണേ? ഞാൻ പുറത്തൊരു സംഭവം ചെയ്യായിരുന്നു. പുറത്തൊരു സംഭവം ചെയ്യായിരുന്നു. നില്ലേ ചാറ്റ് ചിൽ. രണ്ട് ഹെലിയോ എവിടെ? എന്റെ ജോസളി അപ്പുറത്തേക്ക് ഞാൻ വിളിച്ചിട്ട് വരട്ടാണ്. പറ മീറ്റിംഗ് ഇവിടെ അല്ല ബ്രോ, അവിടെ അങ്ങോട്ട് വരാം. ജോസേ വാ, നമുക്ക് മീറ്റിംഗിന് പോണ്ടേ? വാ, എന്തിനു ഇവിടെ ഇരിക്കണേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എങ്ങനെയാ ഇങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ കഴിയണത്? എന്റെ പിന്നെ നമ്മള് സ്നേഹം തല്ലേ അവിടെ. പിക്ക് നോക്കാം. നിങ്ങൾ ചില്ലാവേ, നമുക്ക് ഇതൊന്ന് കഴിയട്ടെ, മീറ്റിംഗ് ഒന്ന് കഴിയട്ടെ. എന്റെ കമ്പനി ഒന്നും ഇല്ല, പിന്നെ ഈ ചാവല പട്ടികകളല്ലേ എന്റെ കമ്പനി. എന്താടാ എനിക്ക് പറ അത് തോറ്റിട്ടും കസാരട്ട് ഇരിക്കുന്നോക്ക് മാസായിട്ട്. അത് പണ്ടും അങ്ങനെ തന്നെ, മറ്റേ പൂരത്തിന് മുമ്പേ ഇതാരെന്ന് അല്ല വാ റാമ്പോ നമ്മള് കേറാം. അതെന്താ ഉമ്മാരെന്താ നമുക്ക് കേറാം, നമ്മള് കേറാൻ വേണ്ടി ഇരിക്കാൻ തോന്നളേ. പൂരത്തിന് അല്ല, മറ്റേ പൂരത്തിന് കൊടി വീശിയാലേ ആന ആത്തോട്ട് കേറത്തുള്ളൂ. ഞാൻ വീശട്ടെ. മറ്റേ ഇത് വിളി ചുറ്റവിളി. അയ്യോ ചിഹ്നം ചളി പറ. ചിഹ്നം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്തില്ലേ? അല്ല പുറത്തൊന്ന് വരാൻ പറയുന്നു. ആര് മാരി ഹലോ എടാ മാരി ഇപ്പൊ വരും. ഞാനും വരുന്നു. അഡ്മിൻ ഇല്ല ഇവിടെ. ഹലോ അഡ്മിൻ ദൈവം, എന്റെ ഈ കണ്ണട മാറ്റണം, ബോറാണ് ഈ കണ്ണട. അവന്റെ അടുത്ത് പറയണം, ഫുള്ള് സിറ്റുവേഷൻ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയാൽ മതി പറയണം കേട്ടോ അവന്റെ അടുത്ത്. മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ട് 2-3 വട്ടം ഒന്നും കൂടെ പറയാം. അല്ല ഇത് ഈ മറ്റേ ആനയുടെ ഇതൊന്നുമില്ല, മറ്റേ ആനയുടെ വിഗ്രഹം അതൊന്നുമില്ല. എലഫന്റ് അടിച്ചു നോക്ക്. പക്ഷെ അതില്ല കേട്ടോ, ഞാൻ ആഡ് ചെയ്യാൻ പറയണം. ആരോട്? നിന്റെ അച്ഛനാണല്ലോ ഇവിടെ സെർവറിൽ ഇവിടെ ബാക്കെൻഡിൽ ഇരിക്കുന്നത്. ഇത് എന്നെ സാധനം ചിഹ്നം വിളി. നോക്കട്ടെ, അത് സൂയാണ്. ഇതാണ് മറ്റേ തൃശ്ശൂരിന് ഇങ്ങനെ ഇത് ചിഹ്നം വിളി. ഇത് കേൾക്കുമ്പോഴാണ് കൊമ്പം മറ്റേ പൊങ്ങി കേറണത്. ചിറ്റവിളി പൂരത്തിന് കേറുമ്പോൾ ചിറ്റവിളി. ആ കൊമ്പാടേ. അയ്യോ ഇതല്ല നെറ്റിപ്പെട്ട ചൂട്ടാ. നെറ്റിപ്പെട്ട കൊമ്പന്റെ 5-ാം കാല്. 5-ാം കാല് നെറ്റിപ്പെട്ട ചൂത്. അയ്യോ എന്തൊക്കെ കാണണളിയാ. ആള് വന്നിട്ട് ഇതെന്തിന് അല്ലെ ജോസോന്നില്ലേ? ജോസോന്നില്ലേ? കൈകൊട്ടി ഇറങ്ങി പോയതല്ലേ പനീഷ്? കേൾക്കുന്നില്ല.
അടുത്തോട്ട് വന്നല്ലേ കേക്കത്തുള്ളൂ. അടുത്തോട്ട് വാ. സെൻട്രലോട്ട് നിങ്ങൾക്കും വരാം ബ്രോ. ആരാ തൂറിയേ ഇപ്പം? തൂറിയത് ആരാ? ഇപ്പൊ തൂറിയത് ആരാ? അടുത്തോട്ട് വാ. അതാണ് അവിടെ അത് പിണ്ടം തിന്നവർക്ക് മനസ്സിലാവില്ലടാ മാരി. പിണ്ടം തിന്നവർക്ക് അത് മനസ്സിലാവില്ല. പിണ്ടം തിന്നവർക്ക് അത് പിണ്ടം നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധിയുള്ള ബ്രോ, ഇവരെ കൂട്ടത്ത് ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല കത്തിയതാ പോഞ്ഞു. അതെ, പിന്നെ നിങ്ങള് മീറ്റിംഗിൽ വന്നിട്ട് മാന്യമായിട്ട് സംസാരിക്കുക. ഓക്കെ, ഇനി തരത്തില്ല. എന്താ സിറ്റുവേഷൻ വെച്ചാൽ ഡിസ്കസ് ചെയ്തിട്ട് വാർ വിളിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുക, പോവുക. അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യുകയെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ സംസാരിക്കും. അല്ല, ഇന്ന് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തൂടെ അഡ്മിനെ? ബ്രോ ലീഡർ ഉണ്ടോ? ലീഡർ വേണം നിർബന്ധമില്ല, നമ്മൾ സംസാരിച്ചോളാം. അല്ല, പുള്ളിയോടെ പോയി. നിർബന്ധമല്ല ബ്രോ. പൂരത്തിന് പോയാ അല്ല ബ്രോന്റെ പേര് ഒരു മിനിറ്റ് ബ്രോന്റെ നിക്ക് ബാക്കിലുള്ളത് ഉച്ചയ്ക്ക് ഒരു സിറ്റുവേഷൻ നടന്നായിരുന്നു. അപ്പൊ ഉച്ചക്ക് നമ്മളടിച്ചു. നിങ്ങളുടെ ഒരു പറയല്ലേ കേട്ടൂടെ? സിറ്റുവേഷൻ ഒന്നുമില്ല ബ്രോ, ഇത്രയുള്ളൂ. അതായത് നിങ്ങളുടെ ഒരു പ്ലെയർ, അതായത് ഹെലി കൊണ്ടുവന്ന് നമ്മുടെ ഒരു പ്ലെയറുടെ ഹെലി വെച്ച് ഡൗണാക്കി. ഓക്കെ, പുള്ളി പറഞ്ഞത് പുള്ളിക്ക് കൺട്രോൾ പോയി എന്നാണ്. പക്ഷെ നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ സിറ്റുവേഷൻ ആയിട്ട് എടുത്തു. വണ്ടി തട്ടിയതിന് സിറ്റുവേഷൻ എടുത്തു. വണ്ടി തട്ടി ആള് ഡൗൺ ആയി. ബ്രോ ഞാൻ പറയട്ടെ, ഇപ്പം നിങ്ങൾ സോറി പറഞ്ഞു, നമ്മളത് അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് നമ്മളൊരു സിറ്റുവേഷൻ ആയിട്ട് എടുത്തു. മറ്റേ ബാബ സുരേഷ് അല്ലേ ചത്തത്? ആരാ ബ്രോ? അല്ല ബ്രോ, അതാരാ ബ്രോ? അതാരാ? അല്ല, നിങ്ങൾ കൊടുത്തല്ലേ മറ്റേ പട്ടിയാ. കൊമ്പര കൊമ്പര അളിയ ജോസോടെ പോയി. ജോസോടെ പോയി പൂരത്തിന് പോയാ? ഫ്ലാഗ് പിടിച്ചിരിക്കുന്നല്ലേ, ഇറങ്ങിപ്പോയാലേ സിറ്റുവേഷൻ പറഞ്ഞു. ബാക്കി എടാ ബുദ്ധിയില്ലാത്ത സിറ്റുവേഷൻ പറഞ്ഞു. നീ ബാക്കി പറ. പിന്നെ ഇരുന്ന് കുറച്ചുകൊണ്ടിരിക്കാതെ നിനക്ക് സിറ്റുവേഷൻ പറഞ്ഞു. നമ്മുടെ സൈഡിൽ നിന്ന് വിട്ടാണ്ടിരിക്കടാ, അമ്മ കിടക്കട്ടെ. അതെ, നിങ്ങളുടെ സൈഡിൽ നിന്ന് 3 പേർക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒരാളെ ഓൾറെഡി കിക്ക് ചെയ്തിട്ടാണോ? ഒരാളെ ഞാൻ ഓൾറെഡി കിക്ക് ചെയ്ത്, അതുകൊണ്ട് 3 പേർക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവര് 4 പേരുണ്ടല്ലോ. എടാ, അവരുടെ സൈഡിൽ നിന്ന് ആരെ കിക്ക് ചെയ്തില്ല, മനസ്സിലായി? നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള കിക്ക് ആക്കിയതാണ്. ഞാൻ ഹെലി വന്നിട്ട് എനിക്ക് കേൾക്കാൻ വരുന്നില്ല, ഒന്നും കേൾക്കാൻ വരുന്നില്ല. ഹെലിയുടെ സൗണ്ട് സബ് വന്നാണ്, മനസ്സിലായോ?
വണ്ടി ഒന്ന് ഞാൻ വന്നിട്ട് ഇതാക്കിയോട്ടെ. ഇതാ വരുന്നു വരുന്നു, അഞ്ചാമത്തെ ഒരാൾ ഓട്ടി കയറുന്നാക്കണ, അത് കാണുന്നില്ലേ? ഹലോ കേക്കോ? അല്ല അത് കാണുന്നില്ല, അവിടെ എന്താ 5 പേര്? ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. പട്ടി അടിക്കുമ്പോൾ അടിച്ച് തൂപ്പിച്ച് വിട്ടത് അതൊക്കെ മറക്കുമല്ലോ. നിങ്ങൾ പറഞ്ഞോ. ഇങ്ങോട്ട് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ലാതെ മറ്റേ അവർക്ക് ഇവിടെ വന്ന് തോറ്റിട്ട് ഇവിടെ തരുന്ന നമ്മളെടുത്ത് കൂടെ അടിക്കാൻ അവര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളത്. അവിടെ 4 പേര് നിങ്ങൾ അവിടെ പോയിട്ട് ട്രിഗർ ചെയ്യാതിരിക്കുക. ട്രിഗർ ചെയ്താൽ കിക്ക് ഇവിടെ അല്ല ഇങ്ങോട്ട് അവരാണെങ്കിലും ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒരു 3-4 വട്ടം പറയിപ്പിക്കണം സിറ്റുവേഷൻ. കച്ച വാങ്ങാൻ പോയി ഒന്നുമില്ല. നമ്മളെ പ്ലേയേഴ്സ് റിപ്പയറിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങളൊരു ഹെലി വന്ന് ഇടിച്ചിട്ട് ആ പ്ലെയറിന്റെ അടുത്ത് ഒന്നും പറയാതെ നിങ്ങൾ പോയി. ആ പ്ലെയറിനെ കൊന്നത് നിങ്ങളും കണ്ടാണ്. അവിടെ നിന്ന് ആ ചിത്ത പ്ലെയറിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ അത് കഴിഞ്ഞ് നേരെ ഗാങ് ഹൗസിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ റേഡിയോ കണക്ട് ഇട്ടായിരുന്നു. കണക്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ സംസാരിക്കാൻ പറ്റും സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗാങ് ഹൗസിന് മുന്നോട്ട് വരാൻ പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് വന്നാൽ മതി, നിങ്ങൾ ഗാങ് ഹൗസിൽ തൊട്ടടുത്ത് നിൽക്കുന്നത്. അപ്പൊ അവിടുന്ന് ബേസിക്കലി ഗാങ്സ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ ചിലപ്പോൾ വഷളായി കഴിഞ്ഞാൽ അടിയാവും. അപ്പൊ ഈ ഗാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ മാത്രം അങ്ങനെ പറയില്ലേ. നമ്മള് സോറി പറഞ്ഞില്ലേ, നമ്മള് മാരിന്റെ സൈഡിൽ നിന്ന് പറ്റിയതല്ലേ. മാരി സോറി സോറി നിന്റെ സോറി ഒന്നും വേണ്ട, നിന്നെ എടുത്തോളാന്ന് പറഞ്ഞു പോയതല്ലേ നിങ്ങൾ. അല്ലല്ല, അത് അങ്ങോട്ട് സംസാരിക്കാൻ വരാൻ പറഞ്ഞപ്പോ അവര് പറ്റത്തില്ലെന്ന് പറഞ്ഞതിന് ശേഷമാണ് സോറി പറഞ്ഞെന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നിങ്ങൾ ആ മലയിലോട്ട് വന്നോ, നമുക്ക് അവിടെ സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവര് നമ്മൾ സോറി പറഞ്ഞില്ല. അങ്ങനെ അപ്പൊ നമ്മൾ അല്ല ബ്രോ, ആ മലയിലോട്ട് വന്ന് സംസാരിച്ചിട്ട് ക്ലിയർ ആയല്ലോ. ഇവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ വഷളാവൂല്ലോ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ അങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്നാ പിന്നെ കുഴപ്പമില്ല, നമ്മളെ സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇതാണോ ഉണ്ടായത്? എനിക്ക് പുറത്ത് അല്ല നിങ്ങളിപ്പോ എന്താ വാറായിട്ട് കണ്ടിന്യൂ നമുക്കിത് വാറായിട്ട് കണ്ടിന്യൂ ചെയ്യണം. ഒരു 15 മിനിറ്റിൽ നമ്മള് വാറ വിളിക്കാം. 15 മിനിറ്റ് ഇല്ലടാ, അതാ നമുക്കറിയാം. അത് അവര് സിറ്റുവേഷനാ, മനസ്സിലായ മാരിന്റെ ഇങ്ങനെ പോയതാന്നുള്ളതിന്. ഊമ്പി കേട്ടോ, പാട്ട് പാടിക്കൊണ്ട് നമുക്ക് കത്തിപ്പോയി. അവന്റെ മൂലത്തിൽ കേറി പ്രിയവാറിന് പയല് മാക്ക് എന്തിനു ഞാൻ അവിടെ താളം തട്ടിട്ട് ഇനി അവിടെ ഒറ്റക്ക് കിക്ക്ഡ് മാരി കിക്കാ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാ. വെയിറ്റ് ചെയ്യ്, ഒരു മിനിറ്റ് കഴിച്ച് ഞാന് ചെറിയൊരു പണിയുണ്ട്. ആറിന്റെ ലൈനപ്പ് ഒന്ന് റെഡി ആക്കി കൊടുക്കട്ടെ. AVMRC മറ്റേ ഇത് ഇഷ്യൂ ഉണ്ടായിരുന്നല്ലേ, TVMRC ഇഷ്യൂ. ആ 2 ദിവസം, ഒരു ദിവസം രാവിലെ ഇവിടുന്ന് പോയത് രാവിലെ 6 മണിക്കും, അടുത്ത ദിവസം പോയത് 3 മണിക്കുമാണ്. VC-ന്ന് പോയത്. സോ കറന്റ് നോക്കുവാണെങ്കിൽ TGA വേഴ്സസ് MRC സിറ്റുവേഷൻ ആണ്. വാറാണ്. വാറ് മാക്സിമം നമ്മൾ ടൈം പീരീഡ് വെച്ചു എന്നുള്ള ശരിയാണ്. TGA ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, MRCക്കും പ്രശ്നമില്ല. വിൽ സി. ടൈം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ 2 ഗ്യാങ്ങിനും പറ്റിയ ഡിസിഷൻ മാത്രമേ അഡ്മിൻസ് എടുക്കുള്ളൂ. ടൈം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ 2 ഗ്യാങ്ങിനും പറ്റിയ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് സെർവറിന്റെ ഡിസിഷൻ എടുക്കുന്നത് ബ്രോ. 2 ഗ്യാങ്ങിനെ നോക്കിയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത്. മിന്നലേ ഹായടാ. മിന്നലാ ആര് മാക്ക അവിടെ പോയാ കൂട്ടരെ പാടാൻ.
സീനിയർ അനുസരിച്ച് ആണ് ചില സിറ്റുവേഷൻ കണ്ടിന്യൂ ആവുന്നത്. നീ എവിടെ പോകുന്നത്? നീ ലൈവിന്റെ അടുക്കാണ് നിന്റെ ഈ ചോറുവയും പിന്നെ അതേമാതിരി അത് ശരിയാണ്. എല്ലാ പരിപാടിയും ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മേക്കെ. ഈ എന്നായിരുന്നു ഫൈനൽ ഡിസിഷൻ. പക്ഷെ അവിടെ മീറ്റിംഗ് ഏരിയയിൽ അവര് വാർ വിളിച്ചപ്പോ നമ്മളെ സ്റ്റോപ്പ് ചെയ്തില്ല. അതിനകത്ത് പറ്റിയൊരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം കാരണമാണ് ഈ വാർക്ക് നടക്കുന്നത്. അല്ലെങ്കിൽ ഈ വാർ നാളെ നടക്കത്തുള്ളൂ. അല്ല ഞാൻ VC നിന്ന് ഇറങ്ങി, എനിക്ക് നെറ്റിന്റെ സീനായോണ്ട് VC ഓക്കെടാ. എക്സലിന് പറയുന്നത് എക്സലിന് പറയുന്നത് ബാൻ അങ്ങനെയാണെങ്കിൽ TVMRC വാറിലും കുറെ പേർക്ക് കൊടുക്കായിരുന്നു ബ്രോ. XTയിലെ ആ പയ്യന് എന്തിനാ ബാൻ? XTയിലെ പയ്യന് ബാൻ എന്ന് പറഞ്ഞാല് അവിടെ പോയിട്ട് ഫക്കിംഗ് ഇമോട്ട് ഇട്ടതിനാണ് ബാൻ. ഞാൻ അടിച്ചത് POV കണ്ടിട്ട് നോക്കിയിട്ട് ഞാൻ അഡൾട്ടറി ഇമോട്ട് ഇട്ടതിന് 5 ദിവസത്തെ ബാൻ കൊടുത്തതാ. പ്രശ്നമുണ്ടോ ബ്രോ? അതൊക്കെ ഏതാളിയാ ബാന്? അല്ല അതൊക്കെ ഏതാ ഇമോട്ട്? ടക്കായിട്ട് ചോദിച്ചാൽ മതി, അവന് ഇതൊക്കെ അറിയാം. അവൻ ഇതിലാ PhD എടുക്കുന്നത്. സക്കായിന്റെ ഏതാ ബൊമ്മ പണിയാ? അത് ഇടാൻ പാടില്ല അപ്പൊ. പിന്നെ ഇതൊക്കെ എന്തിനാ ഇതിൽ കൊണ്ട് വെച്ചേക്കണേ? ഇതൊക്കെ ഇതിന്ന് ഒഴിവാക്കി കൂടെ? അതെ, മൂന്ന് ഓപ്ഷൻ ഇട്ടാ MRC TG8 ആണ്. അതായത് ഈ സമയത്തുള്ള ഇവർ അടിച്ചിട്ടില്ല എന്ന് പറയും. ഗ്രാഫിക്സ് മാറ്റാം. ഒരു മിനിറ്റ് നോക്കട്ടെ. നമ്മള് ടെമ്പററി സസ്പെൻഡ് ആക്കിയാണ്ട് നോട്ടീസ് വന്നിരുന്നു നമ്മള് വാറ കളിക്കുമ്പോ. പിന്നെ ഒഴിവാക്കി, എന്താ അറിയില്ല. അന്നോ? അന്നല്ല, ഇന്ന് എടാ പ്ലെയർ താഴേക്ക് പോയിക്കൊണ്ടിരിക്കടാ. ഒന്ന് ആരെ വിളിച്ചിട്ട് കയറിട്ടോട്. ഇവ ഞാൻ പറഞ്ഞില്ലേ അത്രയും ഫേമസ് ആണ്, മനസ്സിലായ? അഡ്മിൻസ് ആയ അഡ്മിൻസിന് മൊത്തം അറിയാം. അത് ആരാടാ ഇവിടുന്ന് അവിടെ പോയിട്ട് ഇതാക്കുന്നത്? നിങ്ങൾക്ക് ചില്ലായൊന്നും എന്താണ് നിങ്ങള്? ഞാൻ ഇവിടെ സ്പൈന്റെ ലൈവ് 18 മാറാൻ ഒരു ചാൻസ് വരടാ. ഇന്റൻഷനലി ലാഗ് ആക്കുവാണോ? ആണോ? അവര് KP ഓൾറെഡി 2 മണിക്ക് മുമ്പ് അടിക്കാന്നുള്ള ടൈം അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ POV പ്രകാരം. അവർ 2 ഗ്യാങ്ങും സംസാരിച്ചു. അവര് നാളെ വാർ അടിക്കുന്നത്. ഷെയ്ക്ക് ലൈവ് കാണുന്നത് ഷെയ്ക്കിന്റെ ഒരു ഹായ് കൊടുക്കുക. ഷെയ്ക്ക് കാണുന്നുണ്ട്, ഹായ്. എടാ കുണ്ണകളെ, അതൊക്കെ സെർവറിന്റെ അഡ്മിൻസ് ആണ്. നമ്മൾ അവിടെ ചെന്നാണ്ട് അല്ലെങ്കിലേ ആവശ്യമില്ലാതെ കുറെ വർത്താനം സംസാരിക്കുന്നത്. നിങ്ങളൊന്നും അടങ്ങുന്നതാണ് ഈ വെറുതെ വെറുപ്പിക്കല്ല അവിടെ പോയിട്ട്. ഇവര് വന്നില്ലേ ഇതുവരെ? റാംബോ പറയുന്നത് എന്തിനാ ഇമോട്ട് 18+ ഒക്കെ എന്തിനാ വെച്ചേക്കുന്നത്? റാംബോ പറയുന്നത് ഒരു ഇമോട്ട് സിറ്റിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഒരേ പ്ലെയറെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ വേണ്ടി അത് ഇതിന്റെ മൊത്തം പാക്കേജിന്റെ കൂടെ വരുന്നല്ലേ. അതൊരു പ്ലെയറെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ശരിയാണോ? അതെ, ഒരു സിറ്റുവേഷൻ എടുത്ത് മാറ്റിയിട്ട് ഒരു പ്ലെയർ യൂസ് ചെയ്യുന്നത് വളരെ വൾഗറായിട്ടുള്ള കാര്യമല്ല. ആര് പക്ഷേ ഇത് 3:10 വാറ് എന്താക്കും പോലും നോക്കടാ. 24 ഉണ്ട്, അതുകൊണ്ട് നീട്ടിക്കൊണ്ടിരിക്കണേ. മറ്റേതോ? ഓക്കെ, മറ്റേ ഒരുത്തനെ ഞാൻ 5 ദിവസം അടിച്ചിട്ടുണ്ടേ. അത് ബാൻ മറ്റേ ബ്ലഫിന് പുറത്തിട്ടേക്ക് 5 ദിവസം അടിച്ച്. മിന്നൽ മാക്ക് ഹായ്ഡോ. ഓക്കെ, കറന്റ് നോക്കുവാണെങ്കിൽ TGA ഓൾറെഡി ഇവരുടെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഐ തിങ്ക് 7 മിനിറ്റ് 8 മിനിറ്റ് ഇപ്പൊ എൻഡ് ചെയ്ത് വിടണ. എക്സലേ തോക്ക് കയ്യിൽ നിന്ന് വെച്ച് വെടിവെക്കാതെ നിൽക്കുന്ന പിള്ളേർക്ക് അതേപോലെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഡിസിഷൻ ഞങ്ങൾ എടുക്കണ്ട. ഓക്കെ, TG എവിടെ ഇറക്കിയിരിക്കുന്നത്? MRC സൈഡ് നോക്കുകയാണെങ്കിൽ MRC പ്ലേയേഴ്സ് എപ്പോഴും വണ്ടി തന്നെയാണ്. വണ്ടി ഇവിടെ കറന്റ് കാണാം, 4 വണ്ടി ഇവിടെ കാണാം.
MRC ജോഷുവ, കരിമീൻ ഗോഡ്. ഓക്കെ, MRC ഒരു വണ്ടി ഫ്ലഫി ഇവിടെ ഇൻഫോ എടുക്കാൻ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നു. സെൻസ് ആടാ മിന്നൽ മാക്കിന്റെ കൂട്ടർ എന്ന് പറഞ്ഞ പാട്ട് കേട്ട് നമുക്ക് പറയും. എടാ ചില്ലാതടാ, നിങ്ങൾ കളി കാണട്ടെ. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ അവിടെ പോയി ഇതാക്കിയ ആകാശത്തേക്കെല്ലാം പോകുന്നു. കളി കാണാൻ കഴിയില്ല. ചില്ലാവ് ഗൈസ്. അല്ല, അവര് ഇത്ര നേരം അവിടെ ഇരുന്നു. രക്ഷൻ ഒരു ഹായ് തരുമോ? എന്തുവാ ഇതൊക്കെ? ആര് മറ്റേ ഉക്കറിന്റെ ഇതാക്കണം. നിന്റെ സൗണ്ട് പകുതി കേൾക്കുന്നില്ല. അത് ഓൾറെഡി സംസാരിച്ചല്ലേ. നിങ്ങൾക്ക് തന്തയില്ല എന്നാണെന്നാ ആദ്യം നീ നിന്റെ തന്തേരാന്ന് പോയി ചോദിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളവരെ തന്തേരാരും പറയാം. ഓക്കെ, വല്ലവരും പറയുന്ന ചാറ്റും കൊണ്ട് ഇവിടെ വന്നിട്ട് മറ്റേ പറയാൻ നിൽക്കരുത്. അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ സ്വന്തമായിട്ട് വീട്ടിൽ തന്തയില്ലാത്തതുകൊണ്ട് വന്നിട്ട് പറയുകയാണെങ്കിൽ ചാല് നിന്നോടാണ്. ഓക്കെ, ചാറ്റ് പറയുമ്പോൾ സ്വന്തം കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക. ഓക്കെ, നോക്കുവാണെങ്കിൽ TGA റഷ് ചെയ്ത് വരുന്നു MRCയുടെ അടുത്തേക്ക്. കൊമ്പൻ ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഓക്കെ, TGയുടെ ഒരു വണ്ടി കുര്യാച്ചനൻ കൊമ്പൻ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ പ്ലേസിനും സ്പ്രെഡ് ആക്കിയിരിക്കുന്നു. കറണ്ട് നോക്കുവാണെങ്കിൽ 2-3 വാർ നോക്കുവാണെങ്കിൽ മല്ലഡോപ്പെ ഹായുടെ താങ്ക് യു ഫോർ ദ 44.44 റുപ്പീസ്. റാംബോ വിളിക്കണോ ഡീലാക്കാൻ? നേരെ മുകളിൽ കളിച്ചിട്ടോട്രാ. റാംബോനെ വിളിക്കാൻ ഡീലാക്കാന്ന്. സിറ്റിയിൽ അഡ്മിൻസിന് അങ്ങനെ തെറി വിളിക്കുന്നത് വളരെ മോശമാണ്. അങ്ങനെ വിളിച്ചു നേരെ മുകളിലേക്ക് വിളിച്ചിട്ടോ. നേരെ മുകളിലേക്ക് വിളിച്ചിട്ടാ പറഞ്ഞത്. ബ്രോ ഗുഡ് നൈറ്റ്. മാർക്കോ എടാ, മാർക്കോ തെണ്ടി ഗുഡ് നൈറ്റ് ഇട്ട് പോയി. ഹോൾഡ് ചെയ്താ എന്തോ അഡ്മിനെ വിളിച്ചല്ലേ മാർക്ക് നൈസായിട്ട് അഡ്മിനെ വിളിച്ചല്ലേ ഒഴിവാക്കിയതല്ലേ റാംബോ പറഞ്ഞല്ലോ. എടാ നിങ്ങളൊരു കാര്യം ചെയ്യ്, പോയിട്ട് നമ്മുടെ KP കാലാപ്പാനി ഒന്ന് ചോദിച്ചിട്ട് എടാ ഒരു തണ്ടടാ നേടാ. ഞാൻ പറയാത്ത കാര്യങ്ങളാണ് ഇവന്മാര് പോയി പറയണത്. എടാ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയത് നീ ഒരു കാര്യം ചെയ്യും, അവിടെ KPയോട് പോയി ചോദിക്കുക എന്തുകൊണ്ടാണ് അത് ലിഫ്റ്റ് ആക്കി കൊടുത്തതെന്ന്. അതല്ല ഏറ്റവും ബെറ്റർ. ഞങ്ങൾ മാറ്റി എന്ന് പറയുന്നത് നോക്കണ്ട. നിങ്ങൾ കളിക്കുകയാണ് ഇവിടെ വന്നിട്ട്. ആരെങ്കിലും ഒന്ന് പോയി പറയടാ, ഈ ചാറ്റ് ഇല്ലാത്തതാണ് പറഞ്ഞിട്ടില്ലെന്ന്. നിങ്ങൾ എല്ലാം പോയി പറയല്ലേടാ. എന്റെ അടുത്ത് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറയടാ. കുറെ ഉണ്ടച്ചി ചാറ്റുകളാണ് ഇതൊക്കെ പറയണേന്ന്. മാരേജ് ഉണ്ട് ഓഗസ്റ്റിന്, എല്ലാരും വരണം. ചുമ്മാ പറഞ്ഞ അതല്ലേ പറഞ്ഞത്. നമ്മള് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടേക്ക് പോയി സംസാരിച്ച് വിളിച്ചാൽ മതി. കറണ്ട് നോക്കുവാണെങ്കിൽ ഇപ്പോഴും ഒരു സ്ലോ സ്റ്റാർട്ട് TGയുടെ സൈഡിൽ നിന്ന്. എവിടെ എന്താ വേണ്ടടാ? എന്റെ തുടർന്ന കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങാം. കംപ്ലീറ്റ് ചെയ്യാൻ പറ. എല്ലാരും പോയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ. കളിച്ചിട്ട് പോവാ. എന്താന്ന് ഇത് തിരക്കെന്താ? നമ്മക്ക് അടിക്കണ്ടേ? അല്ലാതെ എന്താ ഇത് മറ്റേ ഹോൾഡ് ചെയ്ത് വിടാം. അല്ലാതെ ആ സമയത്ത് 3:30 ഹോൾഡ് ചെയ്ത് വിട്ടിട്ട്, അല്ല 3:00 ശരി 3:10 ഇപ്പൊ 2 മിനിറ്റ് ഹോൾഡ് ചെയ്ത് വിട്ടിട്ട് സംസാരിക്കല്ലേ. അടി തുടങ്ങി. ഇപ്പൊ അടി തുടങ്ങി. അതാണ് ഞാൻ ചോദിക്കുന്നത്.
TJ വരുന്നു. TJ വരുന്നുണ്ട്. TJ പോകുന്നു. പോയി. ഇത് രണ്ട് അതാ വന്നു. ഓക്കെ TJ കൊമ്പനോട് ഇറങ്ങിയിട്ട് കൊമ്പൻ ഇറങ്ങിയിട്ട് തിരിച്ചു പോയി. ഇത് കറക്റ്റ് നോക്കുവാണെങ്കിൽ 1 മിനിറ്റ് കൂടെയുണ്ട് ഇവർ കടിക്കാൻ വേണ്ടി തോന്നുന്നു. ഇതുവരെ PL 17. 17 എക്സലറേറ്റിന് 17. ലൊക്കേഷൻ ഹോൾഡിംഗ് കിട്ടും. എക്സൽ പുറത്തുനിന്നാ കളിക്കാൻ ഇത്. അനേതാണ് എന്താ പറയാ. ഹലോ എടാ 5 മിനിറ്റ് കൊടുത്ത് എൻഡ് ചെയ്ത് വിട്ടെ. കംപ്ലീറ്റ് ആക്കാൻ പറ. അവര് അതെ എന്താ അപ്പൊ 2 എഴുതോടാ അല്ലേ ഒരു ഓക്കെ എൻഡ് ചെയ്തോ. ഓക്കെ അഡ്മിൻ ഫ്ലഫിയോ ദിൽ ഫ്ലഫി. ഓക്കെ കറന്റ് നമ്മൾ പറഞ്ഞ ടൈം ആയിട്ടുണ്ട്. ഫ്ലഫി എന്താ പറഞ്ഞ ഇവിടെ എന്താണ് അടിച്ചിട്ട് വിടാൻ പറ. കൂൾ ഡൗണാ എന്തായിരിക്കുന്നു ഗൈസ്? നാളത്തേക്ക് അവന്മാർക്ക് അതാണ് മനസ്സിലായ കുഴപ്പമില്ല. അവന്മാർ അടി കൊണ്ടല്ലേ ന്യൂ ഇയർ തീർത്തിട്ട് വിട്ടു. ബൈ ബൈ സ്റ്റിൽ 1-0. അതിനാണ് അവന്മാർക്ക് കണ്ട. അതാണ് അവന്മാർക്ക് ആവശ്യം. ടർഫ് കഴിഞ്ഞ് കഴിവ്. അല്ല കൂൾ ഡൗൺ ഇട്ടാ പിന്നെ ബാൻ അല്ലേ? 6-0 കൊമ്പന്റെ പുതിയ 1-0. അതെ കൂൾ ഡൗൺ അല്ല കൊമ്പ് ഒരു 6 അല്ല കിക്ക് ചെയ്തോട്ടെ എല്ലാരും കിക്ക് ചെയ്തോട്ടെ. കൊടുക്ക സനോക്ക് ഒരു ഹേ കൊടുക്കോ. ഹായ് സൂപ്പർ ബൈ. കൊമ്പന്റെ പല്ലിലെണ്ണായിരിക്കും. ഓ അത് നമുക്ക് FRP ആയിട്ട് കൊടുക്കണം. ശല്യം ചെയ്യുന്നുണ്ട്. മറ്റേ പൂവാല ശല്യം എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് വിളിച്ച് അങ്ങ് കൊടുക്കാം. പുതിയ ടിക്കറ്റ് ഫോൺ ചെയ്യുന്നുണ്ട് FRP. പെമ്പിള്ളേരെ ശല്യം അതെ പുതിയ FRP പ്രത്യേകിച്ച് മാക്കിന്റെ ടിക്കറ്റ് ആണ് പ്രത്യേകിച്ച് നോക്കാം. കംപ്ലീറ്റ് ആക്കി ഇട്ടൂടെ ഷോ കാണു പോന്ന എന്ത് കുണ്ണ പരിപാടിയാണ് മരുകൾ ഇരുന്നതാ. എന്റെ അച്ഛനോട് പോയി ചോദിക്കാം മേര്. ഇത് സെർവർ അഡ്മിൻ ലൈവ് കഴിഞ്ഞു. എന്നെ ഇവിടെ വന്ന് വല്ല തെറിയും പറഞ്ഞ് എന്റെ വാരിക്ക് നയിക്കും. ഓക്കെ കംപ്ലീറ്റ് ആക്കി വിട് കുണ്ണകളെന്ന്. എടാ വീട്ടിൽ അച്ഛന്റെ കുണ്ണ മുമ്പ് ഇരിക്കേണ്ട സമയത്ത് ഇവിടെ വന്നിരുന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി ഇങ്ങനെ പലതും എനിക്ക് തോന്നും. അതുകൊണ്ട് ചാറ്റ് ചെയ്യുമ്പോൾ മര്യാദ എന്തൊരു കണ്ടി കളിയാ. വാർ കളിച്ചാ തോൽക്കുന്ന് പേടിച്ചു കണ്ട് പോയ അവന്മാര്. സ്റ്റിൽ 1-0. എന്ത് പരിപാടിയാ പണ്ടേ പരിപാടി തന്നെ കിട്ടിയ വിജയം കൊണ്ടിരിക്കും മോനെ. 3 ദിവസം കഴിഞ്ഞുണ്ടല്ലോ തരാടാ പേടിക്കണ്ടാ. അല്ല പ്രീവാറിന് കിട്ടിയത് മറന്നു കിട്ടിയ ബുള്ളറ്റ് ഹോസ്പിറ്റലിൽ പോയി ഇറക്കണ്ടേ. അതിന്റെ കൊമ്പതോ 5-ാം കാലൊക്കെ നീട്ടി മെസ്സേജ് ഇടുന്നത്. മീറ്റിങ്ങിന് സംസാരിക്കാൻ വന്നില്ലായിരുന്നല്ലോ കൊമ്പൻ. അയ്യോ ഇതിപ്പോ വേറെ ഡ്രോ കിട്ടിയോണ്ട് താണ്ട ഓടി മെസ്സേജ് തുടങ്ങി. ഞാൻ പോയി ഒരു കിക്ക് മേടിച്ചിട്ട് വരാം. ഞാനൊരു ഇമോജി വെയിറ്റ് ആക്കി ഇല്ല. ഞാൻ ഇമോജി ഇടുന്നതിനെന്താ ഇമോജി ഇടാലോ. ആനയുടെ ഇമോജി ഇടും ശരിക്കാൻ. ആന വേണ്ടടാ. നമുക്ക് അങ്ങനെ നമുക്ക് TG ആയിരുന്നു മനസ്സിലായോ.
എടാ ഈ ഗെയിമാരെന്ന് പറഞ്ഞില്ല അവനാണ് മറ്റേ ബാബ സുരേഷ്. അവന്റെ നെഞ്ചത്താണ് മറ്റേ ഹെലികോപ്റ്ററിന്റെ ലീഫ് കയറ്റി കറക്കി എടുത്തത് തായോളിയിലെ. ബാബ സുരേഷ് മളി വീട്ടില് തായോളി. അവനെ ക്ഷീണം കാണും. തൃശ്ശൂര് പൂരത്തിന് എടുത്തോണ്ട് പോ. ഓൾറെഡി സെർവർ ലെഫ്റ്റ് അടിച്ചു അപ്പൊ തന്നെ. വേണ്ട ഞാൻ ഇടുന്നില്ല വെറുതെ. എനിക്ക് കിട്ടിയിട്ടുണ്ട്. യു ഹാവ് ബീൻ കിക്ക്ഡ്. ഞാൻ മേടിച്ചിട്ടുണ്ട്. അടുത്ത കൈ കൊട്ടി പോകാൻ ആരാ വരുന്നേ? നിന്റെ അച്ഛൻ. അല്ലല്ല അവന്റെ പേരെന്താ? സുരേഷ് പാണ്ഡ്യൻ. ഡൊമിനിക് ഡിൽഡോ. അവനും അവന്റെ അച്ഛൻ്റെ ഒരു ഡിൽഡോന്റെ അടിയും കൊണ്ട് തൂറി പോയിട്ട് വാറ് പോലും കളിക്കാൻ പറ്റാത്ത പുണ്ടച്ചി മക്കളാണ് ഇവിടെ നിന്ന് കുണ്ണാന്ന് പറയുന്ന സിറ്റി വന്നിട്ട് കോണ മാത്രമേ ഉള്ളൂ. ഹലോ അഡ്മിനെ. ഹലോ എങ്ങനെ കേട്ടില്ല. അല്ലാതെ അവിടെയും പറയണേ. എടാ ആരോ ഇതിടല്ല. അല്ല അഡ്മിന ഇത് കാണുന്നില്ലേ? ഇത് സസ്പെൻഷൻ ഇല്ലേ? ഹലോ നമ്മ റേഡിയോയിൽ ആരും ഇതാക്കല്ലേട്ടോ. ഇതിടല്ലേ ജോഷ ഒതുങ്ങേ. നീ ടെണ്ണമ്മൽ അടിച്ചത് ഇതൊന്നും കൊണ്ടിടല്ലേ. വാർച്ചാറ്റ് ഒന്നും ഇടല്ലേ. വാർച്ചാറ്റ് ആരും ഇടല്ലേ. നിന്നെ പേടിയാണ് നീ ഇടല്ലേ. മൂന്ന് ദിവസം കഴിഞ്ഞ് പുണ്ടച്ചി മക്കളെ എടുക്കണം. അല്ല 3 ദിവസം കഴിഞ്ഞ് അല്ലല്ല ഭാഷേ 3 ദിവസം കഴിഞ്ഞ് ഇപ്പൊ ഇവന്മാര് പ്ലാൻ ചെയ്ത് കേറിയല്ലോ. അതേപോലെ നമുക്ക് കേറാൻ അറിഞ്ഞൂടെ ആളെ കയറ്റി തരാം. അല്ല നീ ഓർത്ത് വെച്ച് 3 ദിവസം കഴിഞ്ഞ് നമ്മൾ ആളെ കയറ്റി വരാടാ. നീ അപ്പൊ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവര് ഓടിയിട്ട് രാത്രി നോക്കും എപ്പോഴാണ് MRC 10 പേരുള്ളത് 11 പേരുള്ളത് ഡീറ്റെയിൽസ് നോക്കും. അടുത്ത 3 ദിവസം പിണ്ടം വെച്ച് മറ്റേ ഇതുണ്ടാക്കാൻ പോകും. 3 ദിവസം കഴിയുമ്പോ എലിയൊന്നും വെച്ചായിരിക്കൂല. മറ്റേ ആനയുടെ തുമ്പിക്കെ കറക്കി ഒരു അടി അടിക്കുന്നില്ല ഞാൻ. നീ മുതുക്കി തന്നെ